ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ മിറാക്കിൾ ബ്യൂട്ടി വ്ളോഗിലെ കുഞ്ഞാറ്റയും ഇച്ചായനും. കുഞ്ഞാറ്റയുടെ ചാനലാണ്, പക്ഷെ ബ്യൂട്ടി വ്ളോഗ് എന്നാണ് പേരെങ്കിലും കൂടുതൽ ഫാമിലി വ്ളോഗാണ് അവർ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത്. അവരുടെ ഒരു ലവ് മാരേജാണ്, അതിലവർക്കൊരു കുഞ്ഞുമുണ്ട്. നല്ല രീതിയിൽ സന്തോഷമായിട്ട് കഴിഞ്ഞു പോയിരുന്ന ഒരു ഫാമിലിയാണ്. ഇപ്പം കുഞ്ഞാറ്റ നേഴ്സിംഗ് പഠിക്കാനായി മാൾട്ടയിലാണുള്ളത്. ഏകദേശം 8 മാസം കഴിഞ്ഞിരിക്കുന്നു. കഴിഞ്ഞ 2 ദിവസത്തിനിടയിൽ കുഞ്ഞാറ്റ ഒരു പോസ്റ്റ് പങ്കുവച്ചിട്ടുണ്ടായിരുന്നു. ഇരുവരും തമ്മിൽ ഡിവോഴ്സ് ആയെന്നൊരു കാര്യമാണ് ആ പോസ്റ്റിൽ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇപ്പം ഞാൻ ഒറ്റയ്ക്കാണ്. ആ ഒരു പോസ്റ്റ് കണ്ടപ്പം പെട്ടെന്ന് എനിക്കൊരു ഞെട്ടലുണ്ടായി. കാരണം അവരുടെ വീഡിയോ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരുന്ന ഒരു ആളായിരുന്നു ഞാൻ. ആ കുഞ്ഞാറ്റ എന്ന് പറഞ്ഞ ഒരു വ്യക്തിയുടെ ഇൻസ്പിറേഷനും കൂടിയായിട്ടാണ് ഞാൻ തന്നെ ഇപ്പോൾ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. ഇപ്പം അവരുടെ ലൈഫ് പെട്ടെന്ന് ഇപ്പം രണ്ടുപേരും 2 വഴിക്കായെന്ന് കേട്ടപ്പോഴത്തേക്കും എനിക്കൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ടായിരുന്നു. ഈ കുഞ്ഞാറ്റയുടെ ഹസ്ബൻഡ്, അതായത് അമൽ, ജോലിക്കൊന്നും പോകില്ല, വെറുതെ വീട്ടിൽ ചൊറിയും കുത്തിയിരിക്കുന്ന ഒരു രീതി ആയിട്ടാണ് മിക്കപ്പോഴും എനിക്ക് തോന്നിയിട്ടുള്ളത്. കുഞ്ഞാറ്റ ഈ കുടുംബം നോക്കാൻ വേണ്ടി ഒറ്റയ്ക്ക് സ്ട്രഗിൾ ചെയ്ത് മുന്നോട്ട് വന്ന ഒരു വ്യക്തിയാണ്. യൂട്യൂബ് ചാനലിൽ വീഡിയോസ് ഇട്ടും ഓൺലൈൻ ബിസിനസ്സായിട്ട് ആൾക്കാർക്ക് തുണികൾ തച്ച് കൊടുത്തും അത് കഴിഞ്ഞ് നേഴ്സിംഗ് പഠിക്കാൻ വേണ്ടി ചേർന്ന് ആ പഠിത്തം പകുതി വഴി വെച്ച് മുടങ്ങിയിട്ടും ഉണ്ടായിരുന്നു. കുഞ്ഞാറ്റയുടെ പോസ്റ്റ് എടുത്ത് എല്ലാവരും റിയാക്ഷൻ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇവർ ഡിവോഴ്സായി എന്നൊക്കെ പറഞ്ഞ്. പക്ഷെ ആർക്കും അറിയില്ല എന്ത് കാരണം കൊണ്ടാണ് അവർ ഡിവോഴ്സ് ആയതെന്ന്. കുഞ്ഞാറ്റ വീണ്ടും ഒരു ഇൻസ്റ്റാഗ്രാമിൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. പൂർണ്ണമായിട്ടും അതിൽ കാര്യങ്ങൾ വ്യക്തമായിട്ട് പറഞ്ഞിട്ടില്ലെങ്കിലും ചില കാര്യങ്ങൾ കുഞ്ഞാറ്റ അവിടെ ഇവിടെയും തൊടാതെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരുമിച്ച് കുടുംബജീവിതം മുന്നോട്ട് നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഈ അമൽ മറ്റു കുട്ടികൾക്ക് മെസ്സേജ് ചാറ്റുകൾ അയക്കുന്നത് കുഞ്ഞാറ്റ കണ്ടുപിടിച്ചു. ഈ കാരണം കൊണ്ടാണ് അവർ ഡിവോഴ്സ് ആയത്. ആർക്കായാലും സഹിക്കൂല, കാരണം ലവ് മാരേജാണ്. വീട്ടിൽ നിന്ന് അധികം സപ്പോർട്ടൊന്നും കിട്ടൂല. എല്ലാ ലവ് മാരേജിൽ നിന്നും വീട്ടുകാർ സപ്പോർട്ട് കിട്ടുമെന്നല്ല ഞാൻ പറഞ്ഞത്. ഒളിച്ചോടി കല്യാണം കഴിക്കുന്നവർക്കൊക്കെ അധികം വീട്ടുകാരുമായിട്ട് സപ്പോർട്ട് കുറവായി. ഇപ്പം ലവ് മാരേജ് ചെയ്ത് കല്യാണം കഴിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കുഞ്ഞാറ്റ കുടുംബജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കെ ഈ അമൽ കുഞ്ഞാറ്റെ പോരെ, എനിക്ക് ഇനിയും വേറെ പെണ്ണുങ്ങൾ വേണമെന്നും പറഞ്ഞ് മറ്റു കുട്ടികൾക്ക് ചാറ്റും മെസ്സേജും ചെയ്യുന്നതിലാണ് കുഞ്ഞാറ്റ ഡൈവോഴ്സ് ആയത്. ആർക്കായാലും സഹിക്കാൻ പറ്റില്ല. ഈ ഡിവോഴ്സിലേക്ക് എത്തുന്നത് 2.5 വർഷം മുന്നേ ഞാൻ ഈ ഒരു തീരുമാനം എടുത്തിരുന്നു എന്ന് കുഞ്ഞാറ്റ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. സമയത്തെ ഈ അമലിന്റെ സ്വഭാവം കുഞ്ഞാറ്റയ്ക്ക് മനസ്സിലായി. എന്നിട്ടും കുഞ്ഞാറ്റ ക്ഷമിച്ച് മുന്നോട്ട് പോയിട്ടുണ്ടായിരുന്നു. വീണ്ടും ആ പ്രവൃത്തി തുടങ്ങി, അതായത് വീണ്ടും ആ അവിഹിത പ്രവൃത്തി തുടങ്ങിയപ്പോഴാണ് കുഞ്ഞാറ്റ ഡൈവോഴ്സിലേക്ക് തിരിഞ്ഞത്. ഇനി എന്തായാലും കുഞ്ഞാറ്റയ്ക്ക് അറിയാം, ഇനി ഈ ജീവിതം മുന്നോട്ട് പോയിട്ട് കാര്യമില്ല. ഒരുമിച്ച് ജീവിക്കണോ വേണ്ടേ എന്നുള്ള തീരുമാനം എടുക്കേണ്ടത് അവരുടെ വ്യക്തിപരമായിട്ട കാര്യം. കുഞ്ഞാറ്റ വീഡിയോ എടുത്തിരുന്ന സമയത്ത് ഈ ഇച്ചായൻ്റെ ഭാഗത്തു നിന്ന് വലിയ സപ്പോർട്ടൊന്നും ഉണ്ടായിട്ടില്ല. അധികം ജോലിക്കൊന്നും പോകാത്ത ഈ അമൽ ഇപ്പോൾ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. ആ ചാനലിന് 2 വീഡിയോസ് ഇട്ടിട്ടുണ്ട്. ആ 2 വീഡിയോസിനും ഏകദേശം ഒരു വീഡിയോയ്ക്ക് തന്നെ 1 ലക്ഷത്തിന് മേളിൽ ആൾക്കാർ കണ്ടും കഴിഞ്ഞു. വേറെ പണിക്കൊന്നും പോകാത്ത അമലിന് ഈ സമയത്ത് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയ റീച്ച് ആവുമെന്ന് എന്തായാലും അറിയാം. എന്തായാലും കുഞ്ഞാറ്റേരെ ന്യായീകരിച്ചുകൊണ്ട് വീഡിയോ ഇട്ടപ്പോൾ എല്ലാവർക്കും ഇനി അമലിൻ്റെ ഭാഗത്ത് നിന്ന് ഇനി എന്താണ് പറയാനുള്ളതെന്ന് അറിയാനുള്ള ആകാംക്ഷ എല്ലാവർക്കും കാണുമെന്ന് മനസ്സിലാക്കിയ അമൽ പുതിയ യൂട്യൂബ് ചാനൽ തുടങ്ങിയത്. അതിൽ ഏകദേശം 7000-ലധികം സബ്സ്ക്രൈബേഴ്സും ഉണ്ട്. കുഞ്ഞാറ്റ യൂട്യൂബ് ചാനലിൽ വരാത്ത അമലിൻ്റെ അച്ഛനും അമ്മയും ഇപ്പം അമലിൻ്റെ യൂട്യൂബ് ചാനലിൽ നല്ല രീതിയിൽ സപ്പോർട്ടീവായിട്ട് നിൽക്കുന്നുണ്ട്. ക്യാമറയുടെ മുന്നിൽ വന്ന് സംസാരിക്കുകയും എല്ലാം ചെയ്യുന്നുമുണ്ട്. പക്ഷേ കുഞ്ഞാറ്റ വീഡിയോ എടുത്തുന്ന സമയത്ത് അമലിൻ്റെ വീട്ടുകാർ പറഞ്ഞിരുന്നത്, ഞങ്ങളെയും കൂടി ഉൾപ്പെടുത്തിയല്ലേ നീ പൈസ ഉണ്ടാക്കുന്നത്, അത് ഞങ്ങൾക്ക് ഇഷ്ടമല്ലെന്ന് തുറന്ന് പറഞ്ഞിട്ടുമുണ്ട്. അത് കുഞ്ഞാറ്റ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുമുണ്ട്. അപ്പോൾ അവർ രണ്ടുപേരും ഡിവോഴ്സായി തിരിച്ചു വന്നപ്പോഴത്തേക്കും ഈ അമലിൻ്റെ അച്ഛനും അമ്മയും സന്തോഷപൂർവ്വം സ്വീകരിച്ച് അവരിപ്പോൾ നല്ലൊരു ഹാപ്പി ലൈഫ് മുന്നോട്ട് പോയിക്കുന്നു. അമലിൻ്റെ വീഡിയോയിൽ ഇപ്പോൾ പറയുന്നു, ഞാൻ പഴയ കാര്യങ്ങളൊന്നും ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നേ ഇല്ല എന്ന് അമൽ ഇടയ്ക്കിടയ്ക്ക് പറയുന്നുണ്ട്. ഒന്ന് ഓർത്ത് നോക്കണം,
അമൽ ആക്സിഡൻ്റ് ആയി കിടന്ന സമയത്ത് പോലും അമലിൻ്റെ വീട്ടുകാർ അധികം നമ്മൾ കണ്ടിട്ടില്ല. ഫുൾ ടൈം ഈ കുഞ്ഞാറ്റ നല്ല രീതിയിൽ നോക്കിക്കൊണ്ടിരുന്നതാണ്. അതും മറക്കണം. മറക്കുമ്പോൾ എല്ലാം മറക്കണ്ടേ? ഇങ്ങനെ ഒരു ജോലിക്കും കൂലിക്കും പോവാതിരുന്ന ഒരാളെ ഇവിടം വരെ കൊണ്ടെത്തിച്ച് സ്വന്തം ചെലവിൽ തീറ്റിപ്പോറ്റി അമലിന് എന്ന വ്യക്തി ഇവിടം വരെ കൊണ്ടെത്തിച്ചിട്ടില്ലേ? ഹസ്ബൻഡ് ആയതുകൊണ്ടല്ലേ നല്ല സപ്പോർട്ടീവായിട്ട് കൂടെ നിന്ന് ആ സമയത്ത് പോലും വീട്ടുകാരില്ലായിരുന്നിട്ടും ഈ ഹസ്ബൻഡിനെ പരിചരിച്ചില്ലേ? അമലിൻ്റെ വീഡിയോസ് ഇപ്പോൾ കാണുമ്പോൾ എനിക്ക് മനസ്സിലാവുന്ന അമലിപ്പോൾ ഫുൾ ഹാപ്പി ആയിട്ടാണ്. വേറെ വിഷമമൊന്നുമില്ല. വിഷമിക്കേണ്ട ആവശ്യം എന്താണ്? എനിക്കിനി ഇഷ്ടം പോലെ ചാറ്റ് ചെയ്യാം, മെസ്സേജ് അയക്കാം, ആരും ചോദ്യം ചെയ്യാൻ വരില്ലല്ലോ. എന്നാൽ കുട്ടിയുടെ ജീവിതം തകർത്തുകൊണ്ട് നിങ്ങൾ രക്ഷപ്പെടുമെങ്കിൽ രക്ഷപ്പെട്ടേക്ക് നല്ലൊരു ഭാവി ഉണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു. നേഴ്സിംഗ് പഠനം പൂർത്തിയാക്കിയിട്ട് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ജോലിയും കിട്ടട്ടെന്ന് വീഡിയോ ഞാൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. ടാറ്റാ, ബൈ ബൈ.